നാരായണ 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 നാരായണ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയോവിംശതിതമോധ്യായ. ഗോപാഊജു. രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ യേഷാ വൈ ബാധതേ ക്ഷുന്നസ്തച്ഛാന്തിം കർത്തുമർഹത. ശ്രീശുക ഉവാച ഇതി വിജ്ഞാപിതോ ഗോപൈർഭഗവൻ ദേവകീസുതാ ഭക്തായ വിപ്രഭാര്യായ പ്രസീദന്നിതമബ്രവീത്. പ്രയാത ദേവയജനം ബ്രാഹ്മണോ ബ്രഹ്മവാദിനാം സത്രമാംഗിരസം നാമാഹ്യാസദേ സ്വർഗകാമ്യയാ. തത്ര ഗത്തൗദനം ഗോപാ യാജതാസ്മദ്വിസർജിതാ കീർത്തയന്തോ ഭഗവത ആര്യസ്യ മമ ചാഭിധാം. ഇത്യാദിഷ്ടാ ഭഗവത ഗത്വാ യാജന്ത തേ തഥാ കൃതാഞ്ജലിപുടാ വിപ്രാൻ ദണ്ഡവത് പതിതാ ഭുവി. ഹേ ഭൂമിദേവാ ശൃണുത കൃഷ്ണസ്യാദേശകാരിണാം പ്രാപ്താൻ ജാനീത ഭദ്രം വോ ഗോപാന്നോ രാമചോദിതാൻ. ഗാശ്ചാരയന്താവ വിദൂര ഓദനം രാമാച്യുതോ വോ ലഷതോ ബുഭുക്ഷിതോ തയോർദ്വിജ ഓദനമർത്ഥിനോർയതി ശ്രദ്ധാ ച വോ യച്ഛതധർമ്മവിത്തമാം. ദീക്ഷായ പശുസംസ്ഥായ സൗത്രാമണ്യാശ്ച സത്തമാം അന്യത്ര ദീക്ഷിതസ്യാപി നാനമശ്നൻ ഹി ദുഷ്യതി. ഇതി തേ ഭഗവത്യാജ്ഞാം ശൃണ്വന്തോപി ന ശുശ്രുവോ ക്ഷുദ്രാശ ഭൂരികർമാണോ ബാലിശ വൃദ്ധമാനിന ദേശകാല പൃഥക് ദ്രവ്യം മന്ത്രതന്ത്രർത്തിജോഗ്നയാ ദേവത യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയാ. തം ബ്രഹ്മപരമം സാക്ഷാത് ഭഗവന്തമധോക്ഷജം മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞ മർത്യാത്മാനോ ന മേനിരേ നദേ യദോമിതി പ്രോജുർ ന നീതി ച പരന്തപാം. ഗോപാ നിരാശാ പ്രത്യേത്യ തഥോജു കൃഷ്ണരാമയോ തതുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വരാം. വ്യാജഹാര പുനർഗോപാൻ ദർശയൻ ലൗകികിം ഗതിം മാം യജ്ഞാവയത പത്നീഭ്യ സസംകർഷണമാഗതം ദാസ്യന്തി കാമമന്നം വാം സ്നിഗ്ധാ മയ്യുഷിതാ ധിയാ. ഗത്വാഥ പത്നിശാലായാം ദൃഷ്ട്വാ സീനാസ്വലങ്കൃതാം നത്വാ ദ്വിജസദീർഗോപാ പ്രശ്രിതാ ഇതമബ്രുവൻ. നമോ വോ വിപ്രപത്നീഭ്യോ നിബോധത വജാംസിന ഇതോ വിദൂരേ ചരതാ കൃഷ്ണേനേഹീഷിതാ വയം. കാശ്ചാരയൻ സ ഗോപാലൈ സരാമോ ദൂരമാഗതാം ബുഭുക്ഷിതസ്യ തസ്യാന്യം സാനുഗസ്യ പ്രദീയതാം. ശ്രുത്വാച്യുതമുപായാതം നിത്യം തദ്ദർശനോത്സുകാം തൽക്കഥാക്ഷിപ്തമനസോ ബഭൂർജ്ഞാതസംഭവാം. ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈ അഭിശസ്ത്രു പ്രിയം സർവാം സമുദ്രമിവ നിമ്നകാം. നിഷിധ്യമാനാ പതിഭിർഭ്രാതൃഭിർബന്ധുഭിः സുതൈ ഭഗവത്യുത്തമശ്ലോകൈ ദീർഘശ്രുതധൃതാശയാം. യമുനോപവനെ ശോകവനപല്ലവമണ്ഡിതേ വിചരന്തം മൃതം ഗോപൈ സാഗ്രജം ദദൃശു സ്ത്രിയാം. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ധാതുപ്രവാളനടവേഷ മനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോൽപലാളക കപോലമുഖാബ്ജഹാസം പ്രായശ്രുത പ്രിയതമോദയ കർണപൂരൈർ യസ്മിൻ നിമഗ്നമനസസ്തമഥാക്ഷിരന്ധ്രൈ അന്തഃപ്രവേശ്യ ശുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതയോ വിജഹുർനരേന്ദ്രാം. താസ്തഥാ ത്യക്തസർവാശാ പ്രാപ്ത ആത്മദിദൃക്ഷയാം വിജ്ഞായാഖില ദൃഗ്ദ്രഷ്ടാ പ്രാഹ പ്രഹസിതാനനാം. സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകിം എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിതം ശിവാം. നന്വഥ
മയി കുർവന്തി കുശലാ സ്വാർത്ഥദർശനാം അഹൈദുഃഖ്യ വ്യവഹിതാം ഭക്തിമാത്മപ്രിയേ യഥാ പ്രാണബുദ്ധി മനസ്വാത്മാ ധാരാപത്യധനാദയ യൽസമ്പർക്കാത് പ്രിയ ആസംസ്തത കോന്വപരപ്രിയ തത്യാതദേവയജനം പതയോവോ ദ്വിജാതയാം സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗ്രഹമേധിനാം പത്ന്യൗജു മൈവം വിഭോർഹതി ഭവാൻ ഗതിതം നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമപദാവസൃഷ്ടം കേശൈർ നിബോധുമതിലംഘ്യ സമസ്തബന്ധുൻ ഗൃഹന്തി നോ ന പദയ പിതരൗ സുധാവാ ന ഭ്രാതൃബന്ധുസുഹൃതക്കുത ഏവ ചാന്യേ തസ്മാത് ഭവത് പ്രപദയോപതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിരരിന്ദമ തദ്വിധേഹി. ശ്രീ ഭഗവാനുവാച പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയാ ലോകാശ്ചവോ മയോപേത ദേവ അപ്യനുമന്വതേ ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ തന്മനോ മയി യുഞ്ജാന അജിനാന്മാമവാപ്സ്യഥാം. ശ്രീശുകോവാച ഇത്യുക്ത ദ്വിജപജ്ഞസ്താ യജ്ഞവാടം പുനർഗതാ തേ ചാനസൂയവസ്വാഭിः സ്ത്രീഭിः സത്രമപാരയൻ തത്രൈകാ വിധൃതാ ഭർത്രാ ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹോ ദേഹം കർമാനുബന്ധനം ഭഗവാനവി ഗോവിന്ദസ്തേനൈവാനേന ഗോപകാൻ ചതുർവിധേനാശയിത്വാ സ്വയം ച ബുഭുജെ പ്രഭു. ഏവം ലീലാനരവപുർ നൃലോകമനുശീലയൻ രമേ ഗോഗോപഗോപീനാം രമയൻ രൂപവകൃതൈ അധാനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ കൃതാഗസ യത് വിശ്വേശ്വരയോർയാജ്ഞാ മഹന്മ നൃവിഡംബയോ ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തി മലൗകികം ആത്മാനം ച തയാ ഹീനം അനുതപ്താഭ്യഗർഹയൻ ധിക് ജന്മ നസ്ത്രിവിർവിദ്യ ധിക്പ്രദം ധിക്ബഹുജ്ഞതാം ധിക്കുലം ധിക്ക്രിയാദാക്ഷ്യം വിമുഖായേ തുധുർക്ഷജേ നൂനം ഭഗവതോ മായ യോഗിനാമഭിമോഹിനി യദ്വയം ഗുരവോ നൃണാം സ്വാർത്ഥേ മുഹ്യാമഹേ ദ്വിജാം അഹോ പശ്യത നാരീണാം അഭി കൃഷ്ണേ ജഗദ്ഗുരൗ ദുരന്തഭാവം യോ വിദ്യൻ മൃത്യുപാശാൻ ഗൃഹാഭിധാൻ നാസാം ദ്വിജാതിസംസ്കാരോ ന നിവാസോ ഗുരാവപി ന തപോ നാത്മമീമാംസ ന ശൗചം ന ക്രിയാശുഭാം അഥാപി ഹ്യുത്തമശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തിർദൃഢാ ന ചാസ്മാകം സംസ്കാരാദീമതാമപി മനുസ്വാർത്ഥവിമൂഢാനാം പ്രമത്താനം ഗൃഹേഹയാ അഹോ ന സ്മാരയാമാസ ഗോപവാക്യൈ സദം ഗതി അന്യഥാ പൂർണ്ണകാമസ്യ കൈവല്യാദ്യാശിഷാംബദേ ഈശിതവ്യൈ കിമസ്മാഭി അശ്വസ്യൈതത് വിഡംബനം ഹിത്വാന്യാൻ ഭജതേയം ശ്രീപാദസ്പർശാശയാ സകൃത് ആത്മദോഷാപവർഗേണ തദ്യാജ്ഞാജനമോഹിനി ദേശകാല പൃഥഗ്ദ്രവ്യം മന്ത്രതന്ത്രത്യുജോക്നയാം ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയാ സ ഏഷ ഭഗവാൻ സാക്ഷാത് വിഷ്ണുർയോഗേശ്വരേശ്വരാം ജാതോ യുദ്വിശ്ചിത്യ ശൃണ്മാം ശബിമൂഢാ ന വിദ്മഹേ അഹോ വയം ധന്യതമാ യേഷാം നാസ്താദൃശി സ്ത്രിയാ ഭക്ത്യാ യാസാം മതിർജാതാ അസ്മാകം നിശ്ചലാഹരോ നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ യന്മായാ മോഹിതധിയോ ഭ്രമാമ കർമ്മവർമ്മസു സ വൈ ന ആദ്യപുരുഷ സ്വമായാ മോഹിതാത്മനാം അവിജ്ഞാതാനുഭാവാനാം ക്ഷന്തുർമർഹത്യതിക്രമം ഇതി സ്വാഘമനുസ്മൃത്യ കൃഷ്ണേ തേ കൃതഹേളനാം ദൃക്ഷവോപ്യച്യുതയോ കംസാത് ഭീതാ ന ചാജലാൻ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർത്ഥേ യജ്ഞപത്യുദ്ധരണം നാമ ത്രയോവിംശതിതമോധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.
അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന രക്ഷ രക്ഷ മഹേശ്വരീ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 23-ാം അധ്യായം. വിപ്രപത്നി മോക്ഷം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭർത്താവായി വരണമെന്ന ആഗ്രഹത്താൽ ഗോപകുമാരികൾ നടത്തിയ കാർത്യായനി പൂജയും തുടർന്ന് ഗോപസ്ത്രീകളുടെ വസ്ത്രാപഹരണവും അതിനുശേഷം അവരെ അനുഗ്രഹിക്കുന്നതും ഒക്കെയാണ് വിവരിച്ച് നമ്മൾ കേട്ടത്. 23-ാം അധ്യായത്തിൽ ഭഗവത് ഭക്തകളായ വിപ്രപത്നിമാരെ അനുഗ്രഹിച്ച കഥയാണ് ശ്രീശുകൻ അരുളി ചെയ്യുന്നത്. ഒരു ദിവസം രാമകൃഷ്ണന്മാരും ഗോപന്മാരും പശുക്കളെയും കൊണ്ട് പതിവ് പോലെ വനയാത്ര നടത്തുമ്പോൾ വിശപ്പും ദാഹവും സഹിക്കാതെ വന്നു. യമുനാ നദിയിലെ അതിനിർമ്മലമായ ജലം കുടിച്ച് ദാഹം തീർത്തു. പക്ഷേ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഗോപന്മാർ രാമകൃഷ്ണന്മാരെ വിളിച്ചു പറഞ്ഞു: രാമ രാമ മഹാവീര്യ തൃഷ്ണ ദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുന്നസ്തച്ഛാന്തിം കർത്തുമർഹതാം. രാമ, കൃഷ്ണ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും മാർഗം നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു: ഹേ ഗോപന്മാരെ, ഇവിടെ അടുത്ത് കുറച്ച് ബ്രാഹ്മണർ സ്വർഗപ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആംഗിരസം എന്ന ഒരു മഹാസത്രം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന്, രാമകൃഷ്ണന്മാർ ഇവിടെ അടുത്തുള്ള വനത്തിൽ വന്നിട്ടുണ്ട്, അവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ടത്രേ, കുറച്ച് ആഹാരം തരണം എന്ന് പറയാൻ പറഞ്ഞു. ഭഗവാന്റെ വാക്കുകൾ കേട്ട ഗോപന്മാർ യാഗശാലയിൽ ചെന്ന് വിപ്രന്മാരോട് ഭോജനം ആവശ്യപ്പെട്ടു. പക്ഷെ അവർ കേട്ട ഭാവം നടിച്ചില്ല. കാരണം അവർ നശ്വരമായ സ്വർഗാദിഭോഗങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരായിരുന്നു. ഇന്ദ്രിയങ്ങൾക്കൊന്നിനും കാണാൻ കഴിയാത്തവനാണെങ്കിലും ഭക്തജനവത്സലനായ ആ ഭഗവാൻ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുവാനായി കോമള സ്വരൂപം ധരിച്ച് തങ്ങളുടെ സമീപത്ത് വന്നിട്ടുണ്ടെന്ന് ആ ബ്രാഹ്മണർ അറിഞ്ഞില്ല. ഞങ്ങൾ മഹാബ്രാഹ്മണരാണ്. കർമ്മം ചെയ്യുമ്പോൾ ബ്രാഹ്മണരല്ലാത്തവരോട് സംസാരിക്കാറില്ല. എന്ന് തന്നെയല്ല, അവരെ കാണാൻ കൂടി ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെയുള്ള മൂഢചിന്താഗതിയുള്ളത് കൊണ്ടാണ് അവർ ഗോപന്മാർ പറഞ്ഞത് കേട്ട ഭാവം നടിക്കാതിരുന്നത്. ഗോപന്മാർ കുറച്ചു സമയം അവിടെ നിന്നു. ഭക്ഷണം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ തിരിച്ചുപോയി രാമകൃഷ്ണന്മാരോട് വിവരം പറഞ്ഞു. വിവരം കേട്ടപ്പോൾ ബലരാമന് അത്യധികം കോപം വന്നുവെങ്കിലും ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞു: നിങ്ങൾ വിഷമിക്കേണ്ട, ബ്രാഹ്മണരല്ലേ ഭോജനം തരില്ലെന്ന് മിണ്ടാതിരുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടി ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് ചോദിച്ചു നോക്കൂ. അവർ വളരെ കാലമായി എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഉത്തമ ഭക്തകളാണ്. തീർച്ചയായും അവർ ഭക്ഷണം തന്നിരിക്കും. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഭഗവാന്റെ വാക്കുകൾ കേട്ട ഗോപന്മാർ വളരെ ഉത്സാഹത്തോടെ വിപ്രപത്നിമാരുടെ അടുത്തേക്ക് ചെന്ന് അവരെ നമസ്കരിച്ചുകൊണ്ട് വളരെ വിനയപൂർവ്വം ചോദിച്ചു: നമോ വോ വിപ്രപത്നീഭ്യോ നിബോധതവജാംസിന ഇതോ വിദൂരേ ചരതാ കൃഷ്ണേനേ ശേഷിതാവയം. ഹേ വിപ്രപത്നിമാരെ, ഇവിടെ അടുത്ത് തന്നെ രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരോടൊന്നിച്ചു വന്ന ഗോപന്മാരാണ്. എല്ലാവരും യാത്ര ചെയ്ത് വല്ലാതെ തളർന്നിരിക്കുന്നു. വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ എന്നെല്ലാം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാനെ കാണണമെന്ന ആഗ്രഹത്തിൽ ഓരോ ദിവസവും നീക്കിക്കൊണ്ടിരുന്ന ആ വിപ്രപത്നിമാർ തങ്ങളുടെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ
അവിടെ പാകം ചെയ്തു വെച്ചിരുന്ന വിഭവങ്ങൾ കയ്യിൽ കിട്ടിയ പാത്രങ്ങളിലാക്കി ധൃതി പിടിച്ച് അവിടെ നിന്നും ഓടി. ഭർത്താക്കന്മാരും പുത്രന്മാരും ബന്ധുക്കളും തടഞ്ഞിട്ടും കൂട്ടാക്കാതെ കൃഷ്ണ ദർശനത്തിനുഴറിക്കൊണ്ട് അവർ അവിടെ നിന്നും പോയി ഭഗവാന്റെ സമീപത്തെത്തി. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹധാതുപ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാ നമബ്ജം കർണോൽപലാളകകപോലമുഖാബ്ജഹംസം ഹാസം. മേഘം പോലെ കോമളമായ ശ്യാമള നിറം കൊണ്ട ദേഹത്തിൽ മിന്നൽ പോലെ മിന്നുന്ന മഞ്ഞപ്പട്ട് ധരിച്ചും കഴുത്തിൽ വനമാല, ശിരസിൽ പീലികൾ, മുഖത്തിൽ മനയോല, ശിരസിൽ ഇരുഭാഗത്ത് തളിരിലകൾ ഇവ ധരിച്ചിരിക്കുന്നതിനാൽ കളിക്കാരനെ പോലെ വേഷപ്പകർച്ചയോടുകൂടിയും ഒരുമിച്ചു നടക്കുന്ന സ്നേഹിതന്റെ തോളിൽ ഒരു കൈവച്ചും മറ്റേ കൈകൊണ്ട് ബഹുഭംഗിയിൽ ഒരു താമരപ്പൂ വട്ടത്തിൽ ചുഴറ്റിയും കൊണ്ടിരുന്നു ഭഗവാൻ. കാതുകളിൽ ഓരോ നീലത്താമര ചൂടിയിരിക്കുന്നു. കവിൾത്തടങ്ങളിൽ കുറുനിരകൾ വീണുകിടന്നിരുന്നു. വിരിഞ്ഞ താമരപ്പൂ പോലെ മനോഹരമായിരുന്നു എന്ന മുഖത്തിൽ മന്ദഹാസം പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഈ വിധം ദർശനമാത്രയിൽ മനസ്സിനെ അപഹരിക്കുന്ന മനോഹര വേഷത്തോടു കൂടിയ ശ്രീകൃഷ്ണനെ വിപ്രഭക്തികൾ കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ ആത്മനിർവൃതിയോടുകൂടി അവർ കണ്ണുകളടച്ച് ഭഗവാന്റെ കോമളരൂപം അവരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു. പിന്നീട് അവർ കൊണ്ടുവന്ന ഭോജ്യവസ്തുക്കൾ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ചു. വിപ്രപത്നിമാരുടെ കളങ്കമില്ലാത്ത ഭക്തി കണ്ട് ഭഗവാൻ പറഞ്ഞു, ഹേ ഭാഗ്യവതികളെ, നിങ്ങൾ കൊണ്ടുവന്ന ഭോജ്യങ്ങൾ കഴിച്ച് ഞങ്ങൾ അതീവ തൃപ്തരായി. ഇനി യജ്ഞം മുഴുവനാക്കുവാൻ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് ചെന്നോളൂ, നിങ്ങൾക്ക് മംഗളം വരും. ഇത് കേട്ടപ്പോൾ വിപ്രപത്നിമാർ പറഞ്ഞു, പ്രഭോ, ഭർത്തൃപുത്രാദികളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് നിന്തിരുവടിയെ മാത്രം ആഗ്രഹിച്ചു വന്ന ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, അവിടുത്തെ ദാസികളായി ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. ഞങ്ങൾ ഭർത്താക്കന്മാരും പുത്രന്മാരും തടസ്സപ്പെടുത്തിയിട്ടും അത് കൂട്ടാക്കാതെയാണ് വന്നത്. ഇനി തിരിച്ചു ചെന്നാൽ അവർ ഞങ്ങളെ സ്വീകരിക്കുകയുമില്ല. അവിടുത്തെ പാദങ്ങളിൽ ആശ്രയം തേടി വന്ന ഞങ്ങൾക്ക് മറ്റൊരാഗ്രഹവുമില്ല. സ്വർഗാദി സുഖങ്ങളൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാമാദി വിഷയസുഖങ്ങളിൽ ഇനിമേൽ ഞങ്ങൾക്ക് താല്പര്യവും തോന്നാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. വിപ്രഭക്തിമാരുടെ അപേക്ഷ കേട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, ഹേ പുണ്യവതികളെ, ഹേ സതീരത്നങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭർത്താക്കന്മാരോ സഹോദര പുത്രാദികളോ നിങ്ങളെ ദോഷവതികളാണെന്ന് ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. പിന്നെ യജ്ഞഭാഗം സ്വീകരിക്കാൻ പ്രത്യക്ഷമായി വരുന്ന ദേവന്മാരും നിങ്ങളുടെ ഭർത്തൃപുത്രാദികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ഇപ്പോൾ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി എന്നെ തന്നെ ചിന്തിച്ച് മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തൂ. ദേഹം നശിക്കുന്നതോടെ നിങ്ങൾ എന്നോട് കൂടിച്ചേരും. ഭഗവാന്റെ അരുളപ്പാട് ശിരസാവഹിച്ചുകൊണ്ട് മനല്ല മനസ്സോടുകൂടി അവർ യജ്ഞശാലയിലേക്ക് മടങ്ങിപ്പോയി. തിരിച്ചു ചെന്ന അവരെ ആരും കുറ്റപ്പെടുത്തിയില്ല. പത്നിമാരോട് ചേർന്ന് സത്രം മുഴുവനാക്കുകയും ചെയ്തു. ശ്രീശുവമന് പറഞ്ഞു, തത്രൈകാവിധൃതാ ഭർത്ര ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം. രാമകൃഷ്ണന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് വിപ്രപത്നിമാർ ഭോജനവും കൊണ്ടുപോയപ്പോൾ ഒരു ഗൃഹിണിയെ അവളുടെ ഭർത്താവ് തടഞ്ഞു വച്ചു. അതിൽ വളരെ അധികം മനംനൊന്ത് ആ സാധു സ്ത്രീ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിച്ച് തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അവരുടെ നിർമ്മല ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവളുടെ പ്രാർത്ഥന കേട്ട് ഭഗവത് അനുഗ്രഹത്താൽ അവർ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് ഭഗവാനിൽ ചേർന്നു. ഇത് കണ്ടുനിന്ന ആ ബ്രാഹ്മണർക്ക് ഭഗവത് മാഹാത്മ്യം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിപ്രപത്നിമാരെ മടക്കി അയച്ച് ഭഗവാൻ ഗോപന്മാരോടുകൂടി പഴയതുപോലെ ലീലകളാടി. മടങ്ങി വന്ന വിപ്രപത്നിമാരെ കണ്ട് ബ്രാഹ്മണർ ഒട്ടും തന്നെ കോപിച്ചില്ല.
മാത്രമല്ല തങ്ങൾക്ക് പറ്റിയ തെറ്റിനെ ഓർത്ത് വല്ലാതെ പശ്ചാത്തപിക്കുകയും ചെയ്തു. അവർ ക്രമേണ ഭഗവത് ഭക്തന്മാരായി മാറി. തങ്ങൾ വേദം പഠിച്ചതും യജ്ഞങ്ങൾ ചെയ്തതും യാഗം ചെയ്തതും എല്ലാം വിഫലമായതോർത്ത് ദുഃഖിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണനോട് തങ്ങൾ ചെയ്ത അപരാധത്തെക്കുറിച്ചോർത്ത് അവർ വല്ലാതെ വിഷമിച്ചു. രാമകൃഷ്ണന്മാരെ ഉടനെ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കംസനെ പേടിച്ച് ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ഭഗവാനെ ഭജിച്ചു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. പിഴയാകിലും പിഴക്കടന്നാകിലും തിരുവുള്ളം അരുൾക ഭഗവാനേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.